എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഒന്നാമത്തെ അറിയിപ്പ്, അതായത് ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ജില്ലാ കളക്ടറാണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്കൂളുകൾക്കും കോളേജുകൾക്കും എല്ലാം അവധി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. മാത്രമല്ല, വരുന്ന ദിവസം കൂടുതൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. മാത്രമല്ല, മറ്റു ജില്ലകളിൽ ഇപ്പോൾ വയനാട്, ഇടുക്കി, കാസർഗോഡ് അങ്ങനെയുള്ള ജില്ലകളിലെല്ലാം തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. കാരണം ശക്തമായിട്ടുള്ള മഴ ഇന്നും നാളെയും തുടരും എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇത് കൂടാതെ തന്നെ മറ്റ് ജില്ലകളിൽ അവധി ഉണ്ടായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കൂടാതെ പത്തനംതിട്ട ജില്ലയിലും ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത്. നിലവിൽ 2 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ ജില്ലകളിൽ ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നത് പോലെ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ഒരുപക്ഷെ ഒഴിവ് കിട്ടിയേക്കാം. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഒരുപക്ഷെ അവധി കിട്ടുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കാരണം ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. വിദ്യാർത്ഥി സുഹൃത്തുക്കളൊക്കെ ഈ സമയം വീടുകളിലിരുന്ന് പഠിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. നിലവിൽ സ്കൂളുകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2 ജില്ലകളിലാണ്. കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും. ഇടുക്കി ജില്ലയിലൊക്കെ പൂർണ്ണമായും അവധി വരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇടുക്കി ജില്ലയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടതാണ്, പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു, രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ അവധി കൂടുതലുണ്ടാകാം. കോട്ടയം ജില്ലയിൽ ഉറപ്പായിട്ടും അവധി വരാനുള്ള സാഹചര്യമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂർ, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിലെല്ലാം തന്നെ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ അവധി വരും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ള ജില്ലക്കാർ, ഇപ്പോൾ ഈ 2 ജില്ലക്കാരല്ലാതെ മറ്റുള്ള ജില്ലക്കാരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചുകൊള്ളുക. അതിൻ്റെ ആ ഫേസ്ബുക്ക് പേജുകളിൽ തീർച്ചയായിട്ടും അവർ അവധി ഉണ്ടെങ്കിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ അവധി അറിയിപ്പുകൾ ഇനി വരുന്ന മുറയ്ക്ക് നിങ്ങളെ എത്തിക്കുന്നതുമായിരിക്കും.